മോഡലിംഗിന്റെ മറവിൽ യുവതികളെ ദുബായിലേക്ക് കടത്തി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ രാജ്യാന്തര സെക്സ് റാക്കറ്റ് കേസിന്റെ വിശദമായ വിവരങ്ങൾ പുറത്ത്. വിദേശത്തേക്ക് കടത്തുന്ന ഓരോ യുവതിക്കും വേണ്ടി പ്രതികളായ സിന്ധുവിനും ബിലാലിനും 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ കമ്മീഷൻ ലഭിച്ചിരുന്നതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ സ്ഥിരീകരിച്ചു. കേസിലെ പ്രധാന പ്രതികളായ സിന്ധു, അലീന, മഞ്ജിമ എന്നിവർക്ക് പുറമെ തിരുവനന്തപുരം ചാരുമൂട് സ്വദേശിയായ ബിലാൽ എന്നയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോഡലിംഗ്, സിനിമ, സീരിയൽ, ബ്യൂട്ടീഷ്യൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും ഈ രംഗങ്ങളിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവരെയുമാണ് പ്രതികൾ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. മഞ്ജിമ, അലീന എന്നിവർ ചേർന്ന് കണ്ടെത്തുന്ന യുവതികളെ ബിലാലും സിന്ധുവും ചേർന്നാണ് ദുബായിൽ എത്തിച്ച് റാക്കറ്റിന് കൈമാറിയിരുന്നത്. ദീർഘകാലമായി ഈ രംഗത്ത് സജീവമായ ബിലാലാണ് സിന്ധുവിനെ ഈ സംഘത്തിലേക്ക് എത്തിച്ചത്. പിന്നീട് സിന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു പെൺവാണിഭവും മനുഷ്യക്കടത്തും നടത്തിയിരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ വിവിധ പേരുകളിലാണ് ബിലാൽ അറിയപ്പെട്ടിരുന്നത്. ആലുവ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. യുവതിയുടെ വീട്ടിലെത്തി ദുബായിലെ തൊഴിലവസരങ്ങളെക്കുറിച്ച് വിശ്വസിപ്പിച്ചത് ബിലാലായിരുന്നു. തുടർന്ന് പ്രതിയായ സിന്ധു യുവതിയിൽ നിന്ന് 4,00,000-ലധികം രൂപ വാങ്ങി ഫെബ്രുവരി ആദ്യവാരം ദുബായിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ അവിടെ എത്തിയ യുവതിയെ ക്രൂരമായ ശാരീരിക പീഡനത്തിനും കൂട്ടബലാത്സംഗത്തിനും ഇരയാക്കി. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി യുവതിയുടെ ഭർത്താവ് അടക്കമുള്ളവർക്ക് പ്രതികൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതിയായ അലീന യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖകളും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. സിന്ധുവിന് കൊച്ചിയിലെ ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അലീനയുടെ പങ്കാളിയും കൊച്ചിയിലെ ഗുണ്ടയുമായ ഔറംഗസേബ് എന്നയാൾക്ക് ഈ റാക്കറ്റുമായിട്ടുള്ള പങ്കിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഔറംഗസേബും സിന്ധുവും തമ്മിൽ വലിയ തോതിലുള്ള പണമിടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ കാണിച്ച് സിന്ധു ഇടപാടുകാരുമായി വിലപേശുന്നതിന്റെ തെളിവുകളും ശബ്ദ സന്ദേശങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ ബിലാലിന്റെ ഫോണിൽ നിന്ന് നിരവധി യുവതികളുടെ ചിത്രങ്ങൾ കണ്ടെത്തുകയും ഇവ പല ടെലഗ്രാം ഗ്രൂപ്പുകളിലും പങ്കുവച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. മലയാളികൾ അടക്കമുള്ളവരാണ് ഈ ഗ്രൂപ്പുകളിൽ യുവതികൾക്കായി വിലപേശലുകൾ നടത്തിയിരുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പരാതി നൽകിയ 2 യുവതികൾക്ക് പുറമെ കൂടുതൽ പേർ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഇവർ നൽകിയ വിവരങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. യുവതി ആദ്യം പരാതി നൽകാൻ ശ്രമിച്ചപ്പോൾ കേസ് ഒതുക്കി തീർക്കാൻ ആലുവയിലെ ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ് ഇടപെട്ടതായും ആക്ഷേപമുണ്ട്. ഇക്കാര്യവും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കാതിരുന്നതിനെ തുടർന്ന് യുവതി പിന്നീട് DCPക്ക് പരാതി നൽകുകയായിരുന്നു. ഇതിനുശേഷമാണ് ശക്തമായ അന്വേഷണം ആരംഭിച്ചത്. കേസിൽ ഒളിവിൽ കഴിയുന്ന 2ാം പ്രതി ഷംല, 5ാം പ്രതി റഹ്മത്ത് എന്നിവരെ ദുബായിൽ നിന്ന് നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്.